ഇഷ്ടപ്പെടാനുള്ള പല കാരണങ്ങളുണ്ടാവും. ഒരാളെ നല്ല നല്ല സൗന്ദര്യമുള്ള ശബ്ദം, അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ശരീരം, നല്ല സൗന്ദര്യമുള്ള സ്വഭാവം, പല ഘടകങ്ങളുമാണ് ഇഷ്ടപ്പെടാനുണ്ടാവും. ഇപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ തന്നെ അവർക്ക് കൗതുകം വരുന്ന പലതും ഉണ്ടാവും. ഇപ്പോൾ പഠിപ്പിക്കുന്നത് തന്നെ ഒരു കൗതുകമുള്ള രീതിയിൽ അവരെ ആകർഷിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ലോകത്തിന് മുഴുവനും ഒരു ആകർഷണീയത എന്ന് പറയുന്നത്, ഇനി ഭൗതികമായി വിലയിരുത്തിയാലും ആത്മീയമായി വിലയിരുത്തിയാലും, ആ ഒരു കൗതുകത്തിൽ ഒരു കളങ്കല്ലാത്തൊരു സൗന്ദര്യം, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം മേക്കപ്പ് ഇല്ലാതെ, അഭിനയമില്ലാതെ, ഒരു കളങ്കമില്ലാതെ, കലർപ്പില്ലാതെ, റിയൽ ആ ഒരു സൗന്ദര്യം നമ്മൾ ശരിക്ക് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ ഈമാൻ്റെ വർധനവാണ്, നമ്മുടെ ഈമാൻ്റെ സൗന്ദര്യത്തിന് കാരണമായിത്തീരും. ഖുർആനിൽ നിങ്ങളൊരു മനുഷ്യനാന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് അള്ളാഹു പറഞ്ഞതൊരു മനുഷ്യനോട് മാത്രമല്ലേ? ഇന്നമാന ബശറും മിസ്ലുക്കും. നമ്മളോട് നിങ്ങളൊരു മനുഷ്യനാന്ന് പറഞ്ഞു കൊടുത്തേക്കെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ പ്രകൃതവും ഭാവവും കണ്ടാൽ അത് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ ഉപയോഗിച്ച പ്രയോഗങ്ങളിൽ നിന്നും ഈ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം ബോധ്യമാണ്. കാരണം സിറാജും മുനീർ, നജ്മ്, ദുഹ, ഇതൊക്കെയല്ലേ നൂർ, ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ, പ്രകാശം, ലൈറ്റ് ഹൗസ് എന്നൊക്കെയല്ലേ അള്ളാഹു ഉപയോഗിക്കുന്ന പ്രയോഗം തന്നെ. മേറാജ് കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന വരവ് ഖുർആനിലൂടെ മാത്രം അല്ലല്ലോ പരിചയപ്പെടുത്തുന്നത്. മദീനക്കാർ സ്വീകരിക്കുന്ന സമയത്ത് പാടുന്നുണ്ട്, അവർക്ക് അനുഭവപ്പെട്ടതാണല്ലോ പാടുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അന്നത്തെ ജനങ്ങൾ അത് കണ്ടിട്ട് അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. അത് അതിൻ്റെ ആ ഒരു അങ്ങനെ അവർക്ക് അനുഭവപ്പെടാനുള്ള അവരിത് എന്തായിരിക്കും അല്ലേ? അവിടെ ഈ തൊലഅൽ ബദർ ആദ്യം പാടുന്നത് സത്യത്തിൽ യഹൂദികൾ പോലുമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുമ്പോൾ ആദ്യം ബദർ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം അവരാണ്. അതിന് കുറേ ഹദീസുകളൊക്കെ ഈ രൂപത്തിൽ തന്നെയാണ് ഉള്ളത്. ചില സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിക്കുമ്പോൾ ലൗ റഅയ്തഹു ലറഅയ്ത ശംസ താലിഅ, ആ മുഖമൊന്ന് കണ്ടാൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ തോന്നും. യസീദുക വജ്ഹുഹു ഹുസ്ന ഇദാ മാ സിദ്തഹു നളറ, നോക്കുന്തോറും സൗന്ദര്യം കൂടുന്നത് പോലെ അനുഭവപ്പെടും. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയൂലല്ലോ. കണ്ട് മടുക്കുമ്പോൾ അത് തഴങ്ങിപ്പോവാണ്. അതെ. അപ്പോൾ ഇവിടെ മതിയാകില്ല, കണ്ടതും മതിയാകുകയാണ്. ഇതങ്ങനല്ലല്ലോ. അലിയാർത്ഥങ്ങളല്ലേ പറഞ്ഞു, എന്നോട് വിശദീകരിക്കാൻ പറഞ്ഞ എന്നെ കൊണ്ടാവൂല, എനിക്ക് തന്നെ മതിയായിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. കഅന്ന ശംസ തജ്രി ഫീ വജ്ഹിഹി എന്ന് പറഞ്ഞ സ്വഹാബത്തുണ്ട്. ഒരു സൂര്യൻ ഇങ്ങനെ ആ മുഖത്ത് വട്ടമിട്ട് കറങ്ങുകയാണെന്ന് അബൂ ഹുറൈറ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ. യതലഉ വജ്ഹുഹു തലഉ അൽ ബദ്രി ലൈലത്തുൽ ഖമർ, അങ്ങനെ പ്രയോഗിച്ചവരുണ്ട്. അതെ. ഈ നല്ല ചന്ദ്രശോഭയുള്ള ദിവസമൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്കും ചന്ദ്രനിലേക്കും ഇങ്ങനെ മാറി മാറി നോക്കിയ സ്വഹാബത്തുണ്ട്. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു ഒക്കെ. അവർ നോക്കുന്നത് തന്നെ എവിടെയാണ് വെളിച്ചം കൂടുതലെന്നാണ്. നമ്മളിന്ന് മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചം പോലും മുഖത്തുള്ളൊരു മനുഷ്യനെ കാണുന്നില്ല. 14-ാം രാവിലെ ചന്ദ്രനെ നോക്കിയിട്ട് അവർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിനാണോ ഇവിടെയാണോ സൗന്ദര്യം കൂടുതലെന്ന് പരിശോധിക്കുക. നോക്കിയവരൊക്കെ പറയുന്നു ഹബീബിലാണ് സൗന്ദര്യം കൂടുതലെന്ന്. നമ്മുടെ ഒരു സങ്കല്പത്തിൻ്റെ പരിധിയിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യമോ നൂറോ നീ ഏതെങ്കിലും ഒരു വിശേഷണമോ നിൽക്കൂല. അതുകൊണ്ടായിരിക്കും സ്വാലിഹീങ്ങളൊക്കെ ബഹറിനെ സമീപിച്ചവരെ പോലെയാണ് മദീനയെ പഠിക്കാൻ ശ്രമിച്ചവരെന്ന് പറയാറുണ്ട്. ബഹറിനെ പഠിച്ചാൽ എവിടെ എത്തൂലല്ലോ. നമുക്ക് പരമാവധി പോയാൽ കടപ്പുറവും കാണാം, കുറച്ച് തിരമാലയും കാണാം. ഈ പരമാവധി പോയാൽ കുറച്ച് മത്സ്യം കിട്ടും. അറിയാത്തതാണല്ലോ അവിടെ അറിഞ്ഞതിനേക്കാൾ കൂടുതലുള്ളത്. ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള ഹഖീഖത്ത്. ഇപ്പോൾ മദീനയിൽ പോയാൽ, ഇപ്പോൾ മദീന മുനവ്വറയിൽ ഉഹദിൻ്റെ ഉള്ളിൽ 2 ഗുഹകളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് ഇങ്ങനെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന് റെസ്റ്റ് എടുത്ത 2 സ്ഥലം. ആ 2 സ്ഥലത്തെ സുഗന്ധവും അസാധ്യ സുഗന്ധമാണ്. നമ്മളേത് അത്തർ ഉപയോഗിച്ചാലും ആ സുഗന്ധത്തിന് തുല്യമാവില്ല. 1400 വർഷം മുമ്പ് അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് എഴുന്നേറ്റ് പോയ, അവിടുത്തെ രക്തത്തുള്ളി ഉറ്റിയ, വേർപ്പ് തുള്ളി ഉറ്റിയ ആ മണ്ണിൻ്റെ സുഗന്ധം ഇന്നും മനുഷ്യരനുഭവിക്കുക. മനുഷ്യബുദ്ധി കൊണ്ട് സങ്കല്പിക്കാൻ പോലും കഴിയൂല.
നമ്മളിപ്പോൾ നല്ല അത്ര വാങ്ങിയാൽ 24 മണിക്കൂറിൻ്റെ മുമ്പ് അതെ. നമ്മൾ വീണ്ടും പുരട്ടേണ്ട അവസ്ഥയാണ്. അതെ. അതുകൊണ്ടാണ് വഫാത്തായി കിടക്കുന്ന സന്ദർഭത്തിൽ ആദ്യം വന്ന് സിദ്ദീഖ് തങ്ങൾ കണ്ട പാടെ പറഞ്ഞ് തിബുത്ത ഹയ്യൻ ഉഖബത്തുബ്നുൽ ഫർഖദ് റളിയല്ലാഹുവിനെ കുറിച്ച് താരീഖിൽ കാണുന്നുണ്ട്. അവിടുന്ന് അവരുടെ ശരീരം ഇങ്ങനെ ഭയങ്കര സുഗന്ധമാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇങ്ങനെ സുഗന്ധം ഉണ്ടാവാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അഖദനിൽ ബസ്റു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എൻ്റെ കൈക്കൊരു വസൂരി പോലത്തെ അസുഖം വന്നു. അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീര് കൂട്ടി ഒന്നിങ്ങനെ കൈ തടവിയിരുന്നു. അന്ന് മുതലുള്ള സുഗന്ധമാണ് എന്ന് പറയാറുണ്ടായിരുന്നു. പിൽക്കാലത്ത് സ്വഹാബത്തിൻ്റെ കാലത്തൊക്കെ ഈ സുഗന്ധം അനുഭവിക്കുകയാണ്. ഉമ്മു സലമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുമ്പോൾ നെഞ്ചൊന്നിങ്ങനെ തടവിയിരുന്നു. പിന്നെ ഉമ്മു സലമ ബീവിയുടെ കയ്യിൽ നിന്ന് ആ സുഗന്ധം പോയിട്ടേ ഇല്ല. മഹദി പറയുന്നുണ്ട്, ഞാൻ കുറേ കൈയൊക്കെ കഴുകും, പക്ഷേ ഈ സുഗന്ധം പോവില്ല, സുഗന്ധം അവിടെ ബാക്കിയാവും. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത അജബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസിൽ ഇങ്ങനെയുണ്ടല്ലോ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നിട്ട് എൻ്റെ മോളെ കല്യാണമാണ്, കൊടുക്കാൻ ഗിഫ്റ്റൊന്നുമില്ല, എന്തെങ്കിലും അങ്ങയുടെ സമീപത്ത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് വന്നപ്പോൾ അന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലൊന്നുമില്ല, കൊടുക്കാൻ പറ്റിയതില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈതീനി ബി ഖാറൂറത്തിൻ വാസിഅത്തി റഅസി വഊദി ഷജറാർ, നിങ്ങളൊരു മേൽഭാഗം വിശാലതയുള്ളൊരു കുപ്പിയും അതിലൊരു മരത്തിൻ്റെ കൊള്ളിയും ഇട്ട് പറഞ്ഞു. എന്നിട്ടിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലെ വേർപ്പ് തുള്ളി എടുത്ത് അതിലേക്കാക്കി കൊടുത്തു. പിന്നീട് അത് ഉപയോഗിച്ചാൽ, ആ വീട്ടിലത് ഉപയോഗിച്ചാൽ യശുമ്മു അഹ്ലൽ മദീനത്തി റായിഹത്തു ദാലിക്കൽ മിസ്ക് എന്ന ഹദീസിലുള്ള പരിസരം മൊത്തം അതിൻ്റെ സുഗന്ധം. ഇത് നമുക്ക് അന്ന് അനുഭവിച്ചു എന്നതിനേക്കാൾ വലിയ അത്ഭുതമാണ് ഇന്നും അനുഭവിക്കുന്നു എന്നുള്ളത്. ഇന്നും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുഗന്ധം അനുഭവിക്കണം എന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് ഇന്നും മദീനത്ത് പോയിരുന്നാൽ ശരിക്കും അനുഭവിക്കാം. പിന്നെ മഹബത്തിനനുസരിച്ച് എന്തായാലും കൂടുതൽ അനുഭവിച്ചോളൂ. കേട്ടിട്ടുണ്ട്, ഏതോ വലിയ അത്തർ കമ്പനിക്കാർ ഈ സുഗന്ധം തിരിച്ചെടുക്കാൻ വേണ്ടി ചെന്നിട്ട് അവർക്ക് അതിന് സാധിച്ചില്ല. സൗദിയിൽ നിന്നുള്ള പല ആളുകൾ ഈ കാര്യം പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വിഷയവും, ഇനി ഒന്നുമില്ല, അവിടുത്തെ സൗന്ദര്യമായാലും സുഗന്ധമായാലും, നടന്നു പോണ വഴിയിലൊക്കെ സുഗന്ധം ഉണ്ടാവുന്ന, ചവിട്ടിപ്പോയ മണ്ണിന് പിന്നീട് സുഗന്ധമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ വഴിയെ തിരിച്ചറിയാൻ ആ സുഗന്ധം അനുഭവിച്ചിട്ടുണ്ട്. കുട്ടികളെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പോയിരിക്കുമല്ലോ. അപ്പോൾ ആരുടെയെങ്കിലും ഒരാളെ തലയിൽ കൈവച്ചാൽ പിന്നെ ആ കുട്ടിയെ വേറെ തിരിച്ചറിയാൻ പറ്റും. കാരണം ആ കുട്ടിയിൽ പ്രത്യേകമായ സുഗന്ധം അനുഭവിക്കാൻ പറ്റും. എല്ലാ അർത്ഥത്തിലും അജബാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചവനെ നിങ്ങളൊരു മനുഷ്യനാണെന്ന് പറഞ്ഞു കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടാവുക.